നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പുഷ് ഡൗൺ ഓട്ടോമാറ്റ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ എന്താണ് അതിൻ്റെ ഓരോ ടപ്പിൾസ്, 7 ടപ്പിൾസ് എന്തൊക്കെയാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുക, എപ്പോഴാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ എങ്ങനെയാണ് മറ്റേ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിൽ നിന്ന് എന്താണ് അതിൻ്റെ ഡിഫറൻസ്, എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം രണ്ടിലും വന്ന് എങ്ങനെയാണ് ഉണ്ടാവുക, എന്താ വ്യത്യാസം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ 2 ഫിഗേഴ്സ് കാണുന്നുണ്ടാവും, ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനും ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്. നോർമലി ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിൽ നമ്മളൊരു സ്റ്റേറ്റ് ട്രാൻസിഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, സ്റ്റേറ്റ്സ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സർക്കിളിൻ്റെ അകത്താണ് സ്റ്റേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ 2 സ്റ്റേറ്റ്സ് ആണുള്ളത്, എയും ബിയും. അപ്പോൾ എ എന്നുള്ള സ്റ്റേറ്റിൽ സ്മോൾ ലെറ്റർ എ എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ആരോന്റെ മുകളിൽ സ്മോൾ ലെറ്റർ എ എന്നുള്ളത് എഴുതുക മാത്രമേ ചെയ്യുള്ളൂ, വേറൊന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യില്ല. അതാണ് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അതേ സമയത്ത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ആണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫിഗർ. ഇവിടെ 2 സ്റ്റേറ്റും സർക്കിളിൻ്റെ അകത്ത് തന്നെ റെപ്രസെന്റ് ചെയ്തിരിക്കണേ, എയും ബിയും ആണ് ഉള്ളത്. അതിന് പക്ഷേ ഇവിടെ നമ്മൾ ട്രാൻസിഷൻ എഴുതുന്ന ഭാഗത്ത് ഇൻപുട്ട് സിമ്പിൾ മാത്രമല്ല ഉള്ളൂ, വേറെയും കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എ എന്നുള്ളത് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണ്. പിന്നെ ബി ഗീവ്സ് സി എന്നുള്ള ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബിയും സിയും എന്നുള്ളതൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ എ എന്നുള്ള പാർട്ടാണ്. എ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണ്. ഈ ഇൻപുട്ട് സിമ്പിൾ ചിലപ്പോൾ എപ്സിലോൺ വരാം കേട്ടോ. അപ്പോൾ എപ്സിലോൺ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബി എന്നുള്ള സിമ്പിൾ ആണ്. ബി എന്താണെന്ന് വെച്ചാൽ ദ സിമ്പിൾ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ്. നമ്മൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പറഞ്ഞപ്പോൾ, അതായത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിൽ നിന്ന് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കുള്ള ഡിഫറൻസ്, പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ഒരു സ്റ്റാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന സിമ്പിളാണ് ബി എന്നുള്ളത്. അപ്പോൾ ബി എന്നുള്ള സിമ്പിൾ, സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ നമ്മൾ എപ്പോഴും റിമൂവ് ചെയ്യും. അധികം ഒരു നമ്മൾ ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോളിൽ നമ്മൾ എന്തെങ്കിലും റൂൾസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ലോജിക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ബി എന്നുള്ള സിമ്പിൾ നമ്മൾ ചില സമയത്തൊക്കെ റിമൂവ് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സി എന്നുള്ള പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ബി ഗീവ്സ് സി എന്നുള്ളൊരു സെക്ഷൻ അല്ലേ കാണുന്നത്. അപ്പോൾ സി എന്നുള്ള സിമ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക, അതായത് പുഷ് ചെയ്യാണ് ചെയ്യുക. റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ പോപ്പിംഗ് എന്നും ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പുഷിംഗ് എന്നും പറയും. അപ്പോൾ ബി എന്നുള്ള സിമ്പിൾ നമ്മൾ നോർമലി പോപ്പ് ചെയ്ത് കളയുന്ന, സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ നമ്മൾ പോപ്പ് ചെയ്ത് കളയുന്ന സിമ്പിളാണ്. ഇൻ കേസ് ബി എന്നുള്ളതിന് നമ്മൾ എപ്സിലോൺ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിമ്പിളിനെ എന്ത് ചെയ്യില്ല, പോപ്പ് ചെയ്യില്ല, അത് അതുപോലെ തന്നെ റിമൈൻ ചെയ്യും. അങ്ങനെ അത്രയും കാര്യമാണ് രണ്ടാമത്തെ, സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിളിൽ വരാനുള്ള 2 സാധ്യതകളാണ്. ഒന്നുകിൽ അതിനെ പോപ്പ് ചെയ്ത് കളയും, ഇൻ കേസ് അത് എപ്സിലോൺ ആണെങ്കിൽ അതിനെ പോപ്പ് ചെയ്യില്ല, അത് അതുപോലെ തന്നെ അവിടെ ഫിക്സ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മുടെ സി എന്നുള്ള പാർട്ട്. സി എന്നുള്ള പാർട്ടാണ് നമ്മൾ ദ സിമ്പിൾ ടു ബി പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക്, സ്റ്റാക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ആ പോർഷനെയാണ് നമ്മൾ സി എന്നുള്ള സിമ്പിളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്നുള്ളതിനെ നമ്മൾ സ്റ്റാക്ക് ടോപ്പിൽ ഓൾറെഡി ഉള്ള സിമ്പിളിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സി എന്നുള്ള സിമ്പിളിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻ കേസ് സി എന്നുള്ളതിന് പകരം നമ്മൾ എപ്സിലോൺ എന്നാണ് നമ്മളുടെ കയ്യിൽ കിടക്കുന്നത് വിചാരിച്ചു, അടുത്ത സിമ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എപ്സിലോൺ ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നും ഇൻസേർട്ട് ചെയ്യില്ല. ഇപ്പോൾ എന്താണോ ഓൾറെഡി നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത് അത് അതുപോലെ തന്നെ വെക്കും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 3 പാർട്ടും നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് എയും ബിയും സിയും എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും, എങ്ങനെയാണ് എ ബി സി അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അതൊരു ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പോൾ സി എന്നുള്ള സിമ്പിൾ ഞാൻ പറഞ്ഞു, ബി എന്നുള്ള സിമ്പിളിനെ നമ്മൾ പോപ്പ് ചെയ്ത് കളഞ്ഞു, അതായത് റിമൂവ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് സി എന്നുള്ള സിമ്പിൾ.
ആ സിക്ക് നമ്മൾ എപ്സിലോൺ ആണ് നമ്മളുടെ ഇൻസേർട്ട് ചെയ്യാൻ ഇനി നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിളിനെ അതുപോലെ തന്നെ നിലനിർത്തും. നമ്മൾ വേറെ ഒന്നും അതിൽ ചെയ്യില്ല, ചേഞ്ചസ് ഒന്നും വരുത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് പറയാനുള്ളത്, എയും ബിയും സിയും എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പ്രോബ്ലം കാണുന്നുണ്ടാവും. കൺസ്ട്രക്ട് എ പുഷ് ഡൗൺ ഓട്ടോമേറ്റർ ദാറ്റ് ആക്സെപ്റ്റ് L equal to 0 raised to n 1 raised to n where n greater than or equal to 0. ഇത് യൂണിവേഴ്സിറ്റിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാക്ട് ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന്റെ മീനിങ് എന്താണ്? 0 raised to n 1 raised to n എന്നാണ്. അതായത് ആദ്യം 0 വരണം, പിന്നെ 1 വരണം, with the condition that equal number of zeros and ones ആവണം. രണ്ടിന്റെയും raised to എന്നുള്ളത് n അല്ലേ, അതുകൊണ്ട് 2 0 ആണെങ്കിൽ 2 1 ആണ്. അങ്ങനെയുള്ളതിന് ഇത് ഈ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റർ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെ Q1 ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫിഗർ വരയ്ക്കുന്നത് വേറെ പറയുന്നില്ല, കാരണം DFA വരയ്ക്കാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് Q1 ആണ്. അപ്പോൾ Q1ൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ അധികം വരിക എന്താണ്, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഏറ്റവും ആദ്യം ഏത് ഇൻപുട്ട് സിമ്പിളും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ആദ്യം എപ്സിലോൺ തന്നെയാണ് ഇൻപുട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. ആൻഡ് സ്റ്റാക്ക് ടോപ്പ് എം ടി ആയിരിക്കും. ആൻഡ് ഇങ്ങനെ സ്റ്റാക്ക് ടോപ്പ് എം ടി ആയിട്ടുള്ളപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സ്റ്റാക്കിലേക്ക് സെറ്റ് 0 എന്നുള്ളൊരു എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്തിനാ ഈ സെറ്റ് 0 എന്നുള്ള എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക? നമ്മളിൽ ഒരു സ്റ്റാക്ക് ആണുള്ളത് അല്ലേ, അപ്പോൾ ആ സ്റ്റാക്കിലേക്ക് നമ്മൾ കുറേ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യും. കുറേ എലമെന്റ്സ് അതായത് പുഷ് ചെയ്യും, പോപ്പ് ചെയ്യും, കുറേ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യും, അതിന് കുറേ എലമെന്റ്സ് ഒക്കെ എടുത്ത് കളയും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റാക്കിന്റെ എൻഡിൽ എത്തിയോ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ആ സ്റ്റാക്കിന്റെ എൻഡിൽ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് 0 എന്നുള്ള എലമെന്റ് ആദ്യം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? സെറ്റ് 0യുടെ പോർഷനിൽ എത്തിയോ എന്ന് മാത്രം നോക്കിയാൽ മതി സ്റ്റാക്കിൽ. അങ്ങനെ സെറ്റ് 0യുടെ അവിടെ എത്തി എന്നുള്ളതിന്റെ മീനിങ് എന്താ? സ്റ്റാക്കിന്റെ എൻഡിലെത്തി, അതായത് സ്റ്റാക്ക് കഴിഞ്ഞു, അതായത് എം ടി ആയി, സ്റ്റാക്കിൽ ഇനി എലമെന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് മീനിങ്. അത് മനസ്സിലാവാനുള്ള എളുപ്പത്തിലാണ് നമ്മൾ ഏറ്റവും ആദ്യം സെറ്റ് 0 എന്നുള്ള എലമെന്റ് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇനി ചില ബുക്കുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഈ സെറ്റ് 0ന് പകരം ഡോളർ എന്നുള്ളൊരു സിമ്പിൾ ആവും ചിലപ്പോൾ കാണാൻ പറ്റാട്ടോ. അപ്പൊ ഈ ഡോളർ എന്നുള്ള സിമ്പിളും സെറ്റ് 0 എന്നുള്ള സിമ്പിളും ഒക്കെ ഈക്വൽ, ഒരേ മീനിങ് ആണ്. ഈ സ്റ്റാക്കിന്റെ എൻഡിൽ എത്തിയോ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഡോളർ എന്നുള്ള സിമ്പിൾ ആവും ചില ബുക്കുകളിൽ കാണാൻ പറ്റുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. ഒരുവിധം എല്ലാ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. എപ്സിലോൺ ടെൻസ് ടു സെറ്റ് 0. അപ്പൊ ആദ്യത്തെ എപ്സിലോൺ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ആണ്, രണ്ടാമത്തെ എപ്സിലോൺ നമ്മുടെ സ്റ്റാക്കില് ടോപ്പിലുള്ള സിമ്പിൾ ആണ്, ആൻഡ് സെറ്റ് 0 നമ്മൾ പുഷ് ചെയ്യുന്ന എലമെന്റ് ആണ്. അപ്പോൾ എം ടി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാ? സെറ്റ് 0 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പില് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ PD. അപ്പോൾ ഇത് നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് വരയ്ക്കാൻ അറിയേണ്ടതാണ്. നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ ഒരു നമ്മൾ സാമ്പിൾ സ്ട്രിങ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സാമ്പിൾ സ്ട്രിങ് ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സാമ്പിൾ സ്ട്രിങ് ഞാൻ എടുക്കുന്നത് 0011 എന്നുള്ള ഒരു സാമ്പിൾ സ്ട്രിങ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ട്രാൻസിഷൻസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കണം. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സീറോസിനെ എല്ലാം സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ഒരു 1 വന്നാൽ ഒരു 0നെ റിമൂവ് ചെയ്യും, അടുത്ത 1 വന്നാൽ അടുത്ത 0നെ റിമൂവ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ സാമ്പിൾ സ്ട്രിങ് 0011 ആണ്. അപ്പോൾ ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കിലെ ആദ്യത്തെ ട്രാൻസിഷൻ എന്താണ്? ഫസ്റ്റത്തെ Q1ൽ എപ്സിലോൺ ടു സെറ്റ് 0 പറഞ്ഞിട്ട് നമ്മൾ Q2ൽ എത്തി. Q2ൽ 0 വന്നാൽ 0 എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ ആകുമ്പോൾ എപ്സിലോണിനെ നമ്മൾ 0 ആക്കി. എപ്സിലോൺ ടെൻസ് ടു 0 എന്നുള്ളതിന്റെ മീനിങ് എന്താ? നമ്മൾ 0 എന്നുള്ളതിനെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 0നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു, ആൻഡ് അടുത്തത് നമ്മൾ 0 ആണ്. നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ഒന്നുമില്ല, Q2ൽ തന്നെയാണല്ലോ. അപ്പോൾ വീണ്ടും 0, എപ്സിലോൺ ടെൻസ് ടു 0. അടുത്ത 0, ഈ എപ്സിലോൺ ടെൻസ് ടു 0 എന്നുള്ളതിന്റെ മീനിങ് നമ്മൾ അടുത്ത് ഒരു ഇൻസേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അടുത്ത 0നെ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത 1 ആണ്. 1 വന്നാൽ Q2ന്ന് സ്റ്റേറ്റ് ചേഞ്ച് ആയി, Q3 ആയി. അപ്പോൾ 1 എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ വന്നപ്പോൾ 0 ടു എപ്സിലോൺ എന്നായി ട്രാൻസിഷൻ. 0 ടു എപ്സിലോൺ എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഒരു 0നെ നമ്മൾ റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്സിലോൺ ടു 0 ആയിരുന്നു, റിമൂവ് ചെയ്യുമ്പോൾ 0 ടു എപ്സിലോൺ എന്നാവും. അതായത് നമ്മൾ ആദ്യത്തെ 0നെ
റിമൂവ് ചെയ്തു. ഒരു 1 വന്നുകൊണ്ട് ഒരു 0നെ നമ്മൾ റിമൂവ് ചെയ്തു നമ്മൾ സ്റ്റാക്കിൽ നിന്ന്. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇത്രയായി. ഇനി നമ്മളുടെ സ്ട്രിങ്ങിൽ എന്താ ഉള്ളത്? ഒരു 1 കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഇനി ഒരു 1 കൂടെ വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടോ? Q3 തന്നെയാണ്. എത്ര 1 വന്നാലും Q3 തന്നെയാണ്. അപ്പോൾ അഗെയിൻ ഇൻപുട്ട് സിമ്പൽ ഈസ് 1. 1 വന്നാൽ എന്ത് ചെയ്യണം? 0 to എപ്സിലോൺ ആക്കണം. 0 ഉണ്ടോ നമ്മുടെ സ്റ്റാക്കിൽ? ഒരു 0 ഉണ്ട്. അപ്പോൾ ആ 0നെ എപ്സിലോൺ ആക്കുക മീൻസ് ആ 0നെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് ഇപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ എൻഡിലെത്തി, സ്ട്രിങ്ങിന്റെ എൻഡിലെത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇനി ആകെയുള്ളത് സ്റ്റാക്കിലുള്ളത് Z0 ആണ്. എൻഡിലെത്തി എന്നുള്ളതിന്റെ മീനിങ് ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന എലിമെന്റ് എന്താ? എപ്സിലോൺ ആണ്. എൻഡിലെത്തി എന്നുള്ളതിന്റെ മീനിങ് എപ്സിലോൺ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എപ്സിലോൺ ആണ് ഇൻപുട്ട് സിമ്പൽ എങ്കിൽ Z0 to എപ്സിലോൺ എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസിഷൻ. Z0 to എപ്സിലോൺ എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഏതൊരു സാധനവും ടെൻസ് ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. അതായത് പോപ്പ് ചെയ്തു എന്നാണ് മീനിങ്. അപ്പൊ Z0 to എപ്സിലോൺ എന്നുള്ളതിന്റെ മീനിങ് ആ Z0നെ നമ്മൾ റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു ട്രാൻസിഷൻ വന്നാൽ നമ്മൾ എവിടെ എത്തും? ഫൈനൽ സ്റ്റേറ്റിൽ എത്തും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് സ്റ്റാക്ക് എംപ്റ്റി ആവും. അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിപ്പോൾ ഒറ്റ ഫിഗറിലാണ് എല്ലാതും കാണിച്ചത്. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റാക്ക് ആയിട്ട് എടുത്ത് വരയ്ക്കുക. ആദ്യം Z0 ഇൻസേർട്ട് ചെയ്തു, പിന്നെ ആദ്യത്തെ 0 ഇൻസേർട്ട് ചെയ്തു, പിന്നെ രണ്ടാമത്തെ 0 ഇൻസേർട്ട് ചെയ്തു. അതിനൊക്കെ വേറെ വേറെ ഫിഗർ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ കുറച്ചധികം സ്റ്റാക്സ് വരയ്ക്കേണ്ടി വരും. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾക്കും എക്സാമിന് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ സ്റ്റാക്സ് ഓരോന്നായിട്ട് വരച്ചാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ ഈ Z0 to എപ്സിലോൺ എന്നുള്ള ട്രാൻസിഷൻ വന്നാലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ Z0നെ എടുത്ത് കളയുകയാണ് വേണ്ടത്. അപ്പോൾ Z0നെ റിമൂവ് ചെയ്തു. സോ നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആയി. അതിന്റെ മീനിങ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി. തന്നിരിക്കുന്ന സ്ട്രിങ് നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റയിൽ അക്സെപ്റ്റിംഗ് ആണ്. അതിന്റെ മീനിങ് എന്താ? നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ നമ്മൾ വരച്ച് കറക്റ്റ് ആണെന്നാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റ വരയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റ വരച്ചതും ഇങ്ങനെ ഒരു സാമ്പിൾ സ്ട്രിങ് അതിലിട്ട് കൊടുത്ത് കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ അതിൽ കാണിക്കണം. അത്രയായാലേ നിങ്ങൾക്ക് ഫുൾ സ്കോർ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.